പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. ആട് 3 നമ്മൾ ആട് 3യുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൊതുവേ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞ ചിത്രമാണ് ആട് 3. പോസിറ്റീവ് എന്ന് പറയുമ്പം നമ്മൾ ആട് 1 ആട് 2 ഒക്കെ കണ്ടിട്ടില്ല, അതേ അവസ്ഥ തന്നെ ആട് 3 പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ പൊതുവെ ഭൂരിപക്ഷ അഭിപ്രായം. അത് തിയേറ്ററുകളുടെ റെസ്പോൺസിലും കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മണിക്കൂറിൽ ഏകദേശം 25,000 ഒക്കെ ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറി. നമ്മൾ ഇതെടുക്കുമ്പോൾ ഏകദേശം 23,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. മികച്ച ബുക്കിംഗ് തന്നെയാണ് ആട് 3ക്ക് കാണാം. പ്രത്യേകിച്ച് ഒരു ജയസൂര്യ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷനൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കും എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മിഥുൻ മാന്ദ്യവൽ സംവിധാനം ചെയ്ത ജയസൂര്യ നായകനായ ചിത്രമാണ് ആട് 3. അപ്പോൾ ആട് 3 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ജയസൂര്യയുടെ ചിത്രം ഇത്ര ഹൈപ്പിലുണ്ടാകുന്നത്. ഏതായാലും വിഷു ചിത്രങ്ങളിലെ ആദ്യത്തെ ചിത്രമാണ്. അതിനുശേഷം ഒത്തിരി ചിത്രങ്ങൾ വരാൻ കിടക്കുന്നു. നമ്മുടെ ദൃശ്യം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വരാൻ കിടക്കുമ്പോഴാണ് ആട് 3യുടെ ഒരു വരവ്. 3 എന്ന് പറയുന്നത് ഒരു പരീക്ഷണം കൂടാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് കാശ് വാരിക്കൂട്ടുന്ന സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടെ ഈ ചിത്രത്തിൻ്റെ പ്രദർശനം എങ്ങനെയാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷയെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും കേരളത്തിലെ ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു വരുമ്പം ഏകദേശം 4,56,00,000 രൂപയാണ് ഇത് ട്രാക്കിങ്ങിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ആദ്യ ദിവസത്തെ കളക്ഷൻ എത്രയാകും എന്ന് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 അല്ല 6 അല്ല 7 കോടിയും കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബുക്കിംഗ് നോക്കുമ്പോഴും ഏകദേശം 20,000-ന് മുകളിൽ ടിക്കറ്റ് വിറ്റ് മാറുന്നുണ്ട് ഈ നിമിഷത്തിലും. അങ്ങനെ രാത്രിയിലെ സ്പെഷ്യൽ ഷോകളൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഒരു 7 കോടിക്ക് മുകളിൽ ഈ ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ജയസൂര്യയുടെ കരിയറിലെ മികച്ച തുടക്കമായിരിക്കും ആട് 3 നേടാൻ പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GCC രാജ്യങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ കളക്ഷൻ പോലെ തന്നെ കളക്ഷൻ ഉണ്ടാകേണ്ടതാണ്. പ്രത്യേക സാഹചര്യം കൊണ്ട് കളക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ആദ്യ ദിനം ഏകദേശം 12 കോടി 13 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകാം, അതുക്കും മേലെ നീങ്ങാവുന്ന തരത്തിൽ തന്നെയാണ് ആട് 3 തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയാണ് മുന്നേറുന്നത്. അതാണ് തിയേറ്ററിലെ ബുക്കിങ്ങും അതുപോലെ തന്നെ പ്രതികരണമൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, രാത്രി സ്പെഷ്യൽ ഷോകളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന് നെഗറ്റീവായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു വശത്ത് യുദ്ധം നടക്കുന്നു, അതുപോലെ മറ്റൊരു വശത്ത് പരീക്ഷ നടക്കുന്നു. 2 യുദ്ധം തന്നെ അല്ലേ. ഒരു വശത്ത് കുട്ടികളുമായിട്ട് യുദ്ധം നടക്കുന്നു, മറ്റേത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അങ്ങനെ 2 യുദ്ധങ്ങൾക്കിടയിലാണ് ഈ ചിത്രം വരുന്നത്. ഏതായാലും എല്ലാ യുദ്ധങ്ങളും അവസാനിക്കട്ടെ അല്ലേ. കുട്ടികളും രക്ഷകർത്താക്കളുമായുള്ള യുദ്ധം അടുത്ത ആഴ്ച കൊണ്ട് കഴിയും. അപ്പോഴത്തേന് പുതിയ ചിത്രങ്ങൾ തിരശ്ശീലയിൽ ഒരുങ്ങുന്നുണ്ട്. ദൃശ്യം 3 ഉൾപ്പെടെ എല്ലാത്തിനും തുടക്കമായി ആട് 3 എത്തിയിരിക്കുന്നു. തികച്ചിൽ മികച്ച പ്രതികരണം നേടി ജയസൂര്യയുടെ ആദ്യത്തെ 100 കോടി ചിത്രമായി ഇത് മാറുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആദ്യ ദിനം ഏകദേശം 15 കോടിക്കടുത്തുള്ള കളക്ഷൻ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടട്ടെ. കേരളത്തിൽ നിന്ന് 7-8 കോടി ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും മികച്ച തുടക്കമാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ കുതിപ്പ് തുടരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.